കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ നല്ല കാര്യങ്ങൾ തുടരുമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകൾക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ എത്രയും വേഗത്തിൽ തയ്യാറാക്കും. ഏതു ഭരണം വന്നാലും അഴിമതി നടത്തുന്ന ചിലർ ദേവസ്വം വകുപ്പിലുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മുരളീധരൻ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് മന്ത്രി കെ മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. ഏതായാലും അദ്ദേഹം തന്നെ അത് നമ്മളോടുകൂടി വ്യക്തമാക്കും. എങ്ങനെയാണ് വകുപ്പിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കും? അതായത് നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. മുമ്പ് പറഞ്ഞ വകുപ്പുകൾ തന്നെയാണ് ആരോഗ്യവും ദേവസ്വവും. എങ്ങനെയാണ് ഈ ആരോഗ്യം ദേവസ്വം എന്നുള്ളത്? അങ്ങ് കുറച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതായത് ആദ്യമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് ഈ സ്ട്രിക്റ്റ് നോംസ് അനുസരിച്ച് തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ്, അത് നോംസിനപ്പുറം ഒരു മാറ്റവും വരുത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ മന്ത്രിമാർക്ക് തന്നെ മുൻകാലങ്ങളിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സ്ട്രിക്റ്റ് നോംസ് പരിപാലിക്കും. അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഡോക്ടർ രോഗി അനുപാതം ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇതിനെല്ലാം വഴിയായിട്ട് മെഡിക്കൽ കോളേജുകളുടെ സൗകര്യം, അതിനൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ഡെവലപ്മെൻറ്റ് കണക്കാക്കി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡുകളിൽ അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുക, ദേവൻ്റെ സ്വത്ത് കക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും അഴിമതി വിമുക്തമാക്കുക. നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതാണ്, അവരുമായി സഹകരിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരുമായി ഞാനിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. എല്ലാ വകുപ്പ് തലവന്മാരുമായിട്ട് സംസാരിക്കും. നിലവിലെങ്ങനെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണോ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത്? തിരുത്തേണ്ടത് മാത്രം തിരുത്തും. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു തുടർ പ്രോസസ്സാണല്ലോ. നല്ല കാര്യങ്ങൾ തുടരും, മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്തും. അപ്പോൾ പ്രധാനമായും ഈ ദേവസ്വത്തിലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും തുടർച്ചയായിട്ടുള്ള? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൽ അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അഴിമതി, അത് സ്ഥിരമായിട്ട് ചില അഴിമതി ചെയ്യുന്നവരുണ്ട്. അതിൽ ഏത് ഗവൺമെൻറ് വന്നാലും സ്ഥിരം കക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും. ഏതായാലും മന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേർന്നത്. തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രം തിരുത്തി മുന്നോട്ട് പോകുക. ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണ് അടുത്ത സർക്കാർ. അതുകൊണ്ട് ആ രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അജിത് കുമാറിനൊപ്പം എസ് ഷീജ, തിരുവനന്തപുരം.